തിരുപ്പതി ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണശേഖരം അങ്ങനെ സ്വതന്ത്രമായി അവർ വിനിയോഗിച്ചു തുടങ്ങിയിരിക്കുന്നതെന്ന് തിരുപ്പതിയാണല്ലോ. തിരുപ്പതിയിലൊക്കെ ഇരിക്കുന്ന സ്വർണത്തിൻ്റെ വല്ല കണക്കുമുണ്ടോ? അത് ഈ പുതിയ കാലത്തും എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്വർണം അവിടെയുണ്ട്. ഈ സ്വർണം അവിടെ വെറുതെ കെട്ടിക്കിടന്നത് കൊണ്ട് ഭക്തർക്ക് എന്ത് പ്രയോജനമാണ്, അല്ലെങ്കിൽ ദേവൻ എന്ത് പ്രയോജനമാണ് എന്നുള്ളത് ആലോചിക്കണമല്ലോ. ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി ആ തുക ചെലവഴിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയല്ലേ ഏറ്റവും നല്ലത്. ഈ പണത്തിന് ഇപ്പം തിരുപ്പതിയിലേത് 100 കിലോ സ്വർണം, ഇപ്പോൾ നിലവിലുള്ള സ്വർണ്ണ നിക്ഷേപത്തിൽ അവർക്ക് 100 കിലോ സ്വർണ്ണമാണ് അവർക്ക് പലിശ ഇനത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത്ര ഈ സ്വർണം ബാങ്കിൽ വെച്ചതിന് ശേഷം പലിശ ഇനത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 100 കിലോ സ്വർണത്തിൻ്റെ മൂല്യമാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിയാൽ ഈ ക്ഷേത്രത്തിൻ്റെ സ്വത്തുകൾ വളരുകയുള്ളൂ. അതുമാത്രമല്ല, അത് അവിടെ തന്നെയാണ് നിക്ഷേപിക്കപ്പെടുന്നത്. ഇത് എവിടെയും പോകുന്നില്ല. അത് ബാങ്കിലേക്ക് മാറ്റുന്നു. ബാങ്കിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ പലിശ എടുത്തിട്ടാണ്. അതെ, ഈ സ്വർണം എവിടെയും പോകുന്നില്ല. സ്വർണം അവിടെ തന്നെയുണ്ട്. അതിൻ്റെ പലിശ എടുത്തിട്ടാണ് ഈ ക്ഷേത്രത്തിലെ മറ്റ് ചെലവുകൾക്ക് വിനിയോഗിക്കുന്നത്. മാത്രമല്ല, സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ ഇത് നേരത്തെ ഉള്ള കാര്യമാണ്, കേരളത്തിലുമുണ്ട്. ഇപ്പോൾ തിരുവിതാംകൂറിലെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പലതവണ ലോൺ എടുത്തിട്ടുണ്ട് തിരുവിതാംകൂർ രാജകുടുംബം അല്ലെങ്കിൽ രാജാവ്. അപ്പോൾ അതൊരു സ്വാഭാവികമായ സംഗതിയാണ് ആ സമയത്ത് പോലും. പിന്നെ ഇപ്പോഴാണ് ഇതിനെ വൈകാരികമായി കണ്ടുകൊണ്ട് മറ്റൊരു തരത്തിൽ ഈ വിഷയങ്ങളെ അവതരിപ്പിക്കുന്നു. സമ്പൂർണ്ണമായും ഈ പറഞ്ഞതുപോലെ വിശ്വാസത്തിൻ്റെ ലംഘനമാണ് എന്നൊക്കെ ഉള്ള മട്ടിലുള്ള പ്രചാരണം നടക്കുന്നു. അതിൻ്റെ കാലമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊരു സ്വാഭാവിക പ്രക്രിയ തന്നെയാണ്.